ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാഫ് സഫായി മേ അവൽ ഗാവ് എന്നുള്ള ലേഖാണ്. ഈ ഒരു ലേഖ എഴുതിയിട്ടുള്ളത് ഗാലിബ് കലീമാണ്. ഓക്കെ. അപ്പോൾ സാഫ് സഫായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻലിനെസ്, ഒരു കാര്യത്തെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് സഫായി കർണ അല്ലെങ്കിൽ സാഫ് റക്ന എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള നമ്പർ 1 എന്നുള്ള രീതിയിൽ. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. അപ്പോ വൃത്തിയുടെ ഒക്കെ കാര്യത്തില് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഗ്രാമത്തെ കുറിച്ചാണ് ഈ ഒരു ലേഖില് പറയുന്നത്. ഓക്കെ. ഏഷ്യ ക സബ്സെ സാഫ് സുത്ര ഗാവ് മാവ്ലിനോങ് മേഘാലയ് മേ ഹെ. അപ്പോ ആ ഗ്രാമത്തിന്റെ പേരെന്താണ്? മാവ്ലിനോങ്. മേഘാലയത്തിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. അതായത് സാൽ 2003 എന്ന് പറഞ്ഞാൽ എന്താണ്? 2003. ആ വർഷത്തില് ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തെ, ഏഷ്യ കെ സബ്സെ സാഫ് സുത്രേ ഗാവ് കെ തോർ പർ, ഏഷ്യയിൽ തന്നെ ഏറ്റവും സാഫ് സുത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള, ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള, ഏറ്റവും വൃത്തിയുള്ള ഗാവ് കെ തോർപ്പർ, അതായത് ഗ്രാമം എന്നുള്ള തോർപ്പർ എന്ന് വെച്ചാൽ രീതിയില് ചുനാ ഗയ. ചുനാ ഗയ എന്ന് വെച്ചാൽ ചൂസ് ചെയ്യപ്പെട്ടു, സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ് ഗാവ് की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ഖാസിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷത അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹാ കി സാരി സാഫ് സഫായി, ഇവിടുത്തെ എല്ലാ ക്ലീനിങ്ങും, സാഫ് സഫായി എന്ന് പറയുമ്പോൾ ക്ലീനിങ്, ഗാവ് വാലെ ഗ്രാമവാസികൾ ഖുദ് ഹി കർത്തേ ഹെ, അവര് സ്വയം തന്നെയാണ് ചെയ്യുന്നത്. ഖുദ് കർത്തേ ഹെ എന്ന് പറഞ്ഞാൽ സ്വയം തന്നെയാണ് ചെയ്യുന്നത്. സ്വച്ഛത കെ ലിയെ യഹാ കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ. എന്താണ് സ്വച്ഛത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലയാളത്തിലും സ്വച്ഛത എന്ന് തന്നെയാണ്. വൃത്തിയുടെ കാര്യത്തില് അല്ലെങ്കിൽ ക്ലെൻലിനെസിന്റെ കാര്യത്തില് എന്താണ്? ഈ ഗ്രാമത്തിലെ ആളുകൾ, യഹാ കെ ലോഗ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ആളുകൾ, കിസി തരസെ ഒരു തരത്തിലും, പ്രശാസൻ പർ നിർഭർ നഹി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശാസൻ എന്ന് പറഞ്ഞാൽ ഭരണം അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയാം. അപ്പൊ ക്ലെൻലിനെസിന്റെ അല്ലെങ്കിൽ വൃത്തിയുടെ കാര്യത്തില് ഈ നാട്ടിലെ, ഈ ഗ്രാമത്തിലെ ആളുകൾ ഒരു തരത്തിലും എന്താണ്? ഗവൺമെന്റിൽ നിർഭർ നഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് അല്ല, ഗവൺമെന്റിനെ ആശ്രയിച്ചിട്ടല്ല ഇവിടുത്തെ വൃത്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇസ് ഛോട്ടെ സെ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരഹ സെ പ്രതിബന്ധിത് ഹെ. പ്രതിബന്ധിത് ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ് ഛോട്ടെ സെ ഗാവ് മേ, ഈ ചെറിയ ഗ്രാമത്തില് പ്ലാസ്റ്റിക് പൂരി തരസെ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും, കംപ്ലീറ്റ് ആയിട്ടും എന്താണ്? നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പൂരി ഗാവ് മേ ജഗ ജഗ ബാസ് സെ ബനെ ഹുए ഡസ്റ്റ്ബിൻ ലഗായെ ഗയേ ഹെ. പൂരെ ഗാവ് മേ എന്ന് വെച്ചാൽ ഗ്രാമത്തിൽ മുഴുവനും, ജഗ ജഗ പല പല സ്ഥലങ്ങളിലായിട്ട്, ജഗ എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ്, ജഗ ജഗ എന്ന് പറയുമ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ട് എന്താണ്? ബാസ് സെ ബനെ ഹുए, ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംബു, മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ ലഗായെ ഗയേ ഹെ, ഡസ്റ്റ്ബിന് വെച്ചിട്ടുണ്ട്. महिला पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. മഹിള പുരുഷ ഓർ ബച്ചോ സമേത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെ കിസി ബി ഗാവ് വാലേക്കോ, ഏതെങ്കിലും ഒരു ഗ്രാമവാസിയുടെ കണ്ണില് എന്താണ്? കഹി ഗന്ദഗി നസർ ആത്തി ഹെ, ഏതെങ്കിലും ഒരു ഗ്രാമവാസിയുടെ കണ്ണില് എവിടെയെങ്കിലും ഒരു വൃത്തികേട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഇട്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? വേ ഫോറൻ സഫായി മേ ലഗ് ജാത്തെ ഹെ, അവര് ഫോറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അപ്പൊ തന്നെ സഫായി മേ ലഗ് ജാത്തെ ഹെ, ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുക. ഗന്ദഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേസ്റ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം. വേസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ. നസർ ആത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് കാണപ്പെട്ടാൽ, അപ്പം സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ആരെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത്, ആ ഗ്രാമത്തിലെ ആരെങ്കിലും നടന്നു പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ എന്താണ്? ഗന്ദഗി,
ഡേർട്ടി ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, വേസ്റ്റ് ഒക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ ഫോരൻ എന്ത് ചെയ്യും, സഫായി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും, ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. सफाई के प्रति उनकी जागरूकता का अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. അപ്പോൾ സഫായിക്ക് പ്രതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്ലീനിങ്ങിനെ പ്രതി, ഉൻകി ജാഗരൂകത, അവരുടെ ജാഗരൂകത, അത് മലയാളം വാക്ക് തന്നെയാണ് ജാഗരൂകത എന്ന് പറയുന്നത്. അവയർനെസ്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ശ്രദ്ധ, അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് നമ്മൾ ജാഗരൂകത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള അറിവ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കുന്നതിനെ. കാ അന്താസ തും ഇസ് ബാത് സെ ലഗാ സക്തേ ഹോ, അതായത് ഈ ഗ്രാമത്തിലെ ആളുകള് വൃത്തിയെ പ്രതി എത്രത്തോളം ജാഗരൂകരാണ് എന്നുള്ളതിനെ നിങ്ങൾക്ക് അനുമാനിക്കാൻ പറ്റും. അന്താസ ലഗാന എന്ന് വെച്ചാൽ അനുമാനിക്കുക. എങ്ങനെയാണ് അനുമാനിക്കുക? കി അഗർ സഡക് പർ ചൽത്തേ ഹുവേ എന്ന് പറഞ്ഞാല് റോഡിലൂടെ നടക്കുന്ന സമയത്ത്, സഡക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്, റോഡിലൂടെ ചലത്തെ ഹുവേ നടന്നു പോകുന്ന സമയത്ത്, ഉൻഹെ കഹി ബി കച്ചറ നസറായി, അവർക്ക് എവിടെയെങ്കിലും ഒരു കച്ചറ, വേസ്റ്റ് നസറായി, കാണാനായിട്ട്, അവര് വേസ്റ്റ് കാണാനായിട്ട് ഇടയാവുകയാണെങ്കിൽ, तो वे पहले कचरे को डस्टबिन में डालते हैं, അവര് ആദ്യം ആ വേസ്റ്റ് എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ ഈ കാര്യത്തിൽ നിന്ന് തന്നെ അവിടുത്തെ ആളുകൾ അവിടുത്തെ വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിൽ എത്രത്തോളം ജാഗരൂകരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അന്താസ ലഗാന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അനുമാനിക്കുക എന്നാണ് അർത്ഥം. फिर आगे बढ़ते हैं, എന്നിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആദ്യം വേസ്റ്റ് എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടതിന് ശേഷമാണ് അവർ മുന്നോട്ട് പോവുക. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं और फिर उसे एक जगह इकट्ठा कर खेती के लिए खाद की तरह इस्तेमाल करते हैं. അപ്പോ യഹാ ലോഗ്, ഇവിടെ ലോഗ് ആളുകൾ, അപ്നെ ഘർ സെ നിക്കൽനെ വാലെ, അപ്നെ ഘർ സെ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം വീടുകളിൽ നിന്ന്, നിക്കൽനെ വാലെ എന്താണ്, പുറത്തു വരുന്ന, കൂടെ കച്ചറേ കോബി അതായത് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങള്, ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തി ഹെ, വേസ്റ്റ് ബിന്നിലായിട്ട് അവര് കളക്ട് ചെയ്യും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ജമാ കർണ എന്ന് വെച്ചാൽ കൂട്ടി വെക്കുക എന്നുള്ള അർത്ഥമാണ്. ഓർ ഫിർ ഉസേ ഏക് ജഗ ഇഖട്ടാ കർ, എന്നിട്ട് അവരെന്ത് ചെയ്യും, അത് ഒരു സ്ഥലത്ത് ഇഖട്ടാ കർണ എന്ന് വെച്ച് കഴിഞ്ഞാലും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ വേസ്റ്റ് പോലും ഒരു സ്ഥലത്ത് കൂട്ടി വെക്കും. എന്നിട്ട് എല്ലാ സ്ഥലത്തെ വേസ്റ്റും കൂടിയിട്ട് അവര് കളക്റ്റീവായിട്ട് ഒരു സ്ഥലത്ത് വെക്കും, കൂട്ടി വെക്കും. എന്നിട്ട് എന്താ ചെയ്യുക, खेती के लिए खाद की तरह इस्तेमाल करते हैं. ഖേത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷി, കൃഷിക്ക് വേണ്ടിയിട്ട്, കേലിയെ എന്ന് പറയുമ്പോൾ വേണ്ടിയിട്ട്, ഖാദ് കി തര, ഖാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളം, വളത്തിന്റെ പോലെ, അതായത് വളമാക്കിയിട്ട് ഇസ്തേമാൽ കർത്തേ ഹെ, ഉപയോഗിക്കും. അപ്പോ ഇവിടെ പ്ലാസ്റ്റിക് ഇല്ലല്ലോ, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താണ്, അഴുകി പോകുന്ന സാധനങ്ങളാണ്, മണ്ണിനോട് ചേരുന്ന സാധനങ്ങളാണ്. അതൊക്കെ അവര് കളക്ട് ചെയ്തിട്ട് എന്താണ്, ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളമായിട്ട് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ऐसा कहा जाता है कि 130 साल पहले इस गांव को हेजे की बीमारी ने बुरी तरह से जकड़ लिया था. പറയപ്പെടുന്നത്, ऐसा कहा जाता है എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നത് എന്താണ്, 130 സാൽ പെഹലെ, 130 വർഷങ്ങൾക്ക് മുൻപ്, ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തിനെ, ഹേജ കി ബിമാരിനെ, ഹേജ എന്ന് പറഞ്ഞാൽ കോളറ, അതെന്താണ്, ഒരു അസുഖമാണ് അല്ലെ. ആ കോളറ എന്ന് പറയുന്ന അസുഖം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നെ ബുരി തര ജക്കഡ് ലിയാഥ, ജക്കഡ് ലീനാന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കെട്ടുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 130 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തില് കോളറ ബാധിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹ സെ ഇസ് ബീമാരി സെ ചുട്കാര പാനെ കാ ഏക്മാത്ര ഉപായ ഥ സഫായി കർണ. അപ്പൊ അന്ന് മെഡിക്കൽ സുവിധ നാ ഹോനെ കി വജഹ സെ എന്ന് പറഞ്ഞാല്, മെഡിക്കൽ സുവിധ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ്, അതിനുള്ള സൗകര്യങ്ങള്, നാ ഹോനെ കി വജഹ സെ ഇല്ലാതിരുന്ന കാരണം കൊണ്ട്, നാ ഹോന എന്ന് വെച്ചാൽ ഇല്ലാതിരിക്കുക, കി വജഹ സെ എന്ന് പറഞ്ഞാൽ ആ കാരണത്താൽ,
ഇസ് ബീമാരി സെ ചുട്കാര പാനിക്ക, ഈ ഒരു അസുഖത്തിൽ നിന്ന് ചുട്കാര പാനാന്ന് വെച്ചാൽ ഫ്രീ ആവുക, ഈ ഒരു അസുഖത്തെ ഈ ഗ്രാമത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതിന് ഉള്ള ആകെ ഒരു ഏക്മാത്ര ഉപായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകെയുള്ള ഒരു വഴി എന്താണ്? സഫായി കർണ, അവിടെ വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതായിരുന്നു. गांव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो. അപ്പോ ഗാവ് കെ ലോഗോ കാ മാന്ന ഹെ കി, ഗ്രാമത്തിലെ ആളുകള് മാന്ന ഹെ എന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കുന്നത് എന്താണ്? ഹമാരെ പൂർവജോനെ കഹാഥ, ഞങ്ങളുടെ പൂർവജ് എന്ന് പറഞ്ഞാൽ പൂർവികർ, ഞങ്ങൾക്ക് മുന്നേ ജീവിച്ചിട്ടുള്ള ആളുകള്, ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കി എന്തെന്നാൽ തും സഫായി കെ ജരിയെ, നിങ്ങൾ ഇങ്ങനെ ക്ലീനിങ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു പരിസരമൊക്കെ ക്ലീൻ ആക്കി വെക്കുന്നതിലൂടെ, ജരിയെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൂടെ എന്നുള്ള അർത്ഥമാണ്. ഹി ഖുദ് കോ ബച്ചാ സക്തേ ഹോ, അപ്പൊ വീടും പരിസരവും ഒക്കെ എന്താണ്? വൃത്തിയാക്കി വെക്കുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് പൂർവികർ പറഞ്ഞത് എന്നാണ് ആ ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത്. ഖുദ് കോ ബച്ചാന എന്ന് വെച്ചാൽ സ്വയം തന്നെ, നമ്മളെ തന്നെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോ ഓരോരുത്തർക്കും സ്വയം ഈ ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സ്വന്തം വീടും ചുറ്റുപാടും ഒക്കെ ക്ലീൻ ആക്കി വെക്കണം എന്നാണ് അവരുടെ പൂർവികര് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആ നാട്ടിലെ, ആ ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഫിർ ചാഹേ വ ഖാന ഹോ, ഘർ ഹോ, ജമീൻ ഹോ, ഗാവ് ഹോ യാ ഫിർ അപ്നാ ശരീർ ഹി ക്യോ ന ഹോ, സഫായി ജറൂരി ഹെ. അതായത് അവര് വിശ്വസിക്കുന്നത് ചാഹേ വ ഖാന ഹോ, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും, ഘർ ഹോ വീടിന്റെ കാര്യത്തിലായാലും, ജമീൻ ഹോ, ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമി ആയാലും, ഗാവ് ഹോ ഗ്രാമമായാലും, യാ ഫിർ അതല്ല അപ്ന ശരീർ ഹി ക്യോ ന ഹോ, തന്റെ ശരീരം തന്നെയായാലും, സഫായി ജറൂരി ഹെ, വൃത്തിയോടെ വെക്കുക എന്ന് പറയുന്നത് ജറൂരി ഹെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്രയാണ് ഈ ഒരു ലേഖില് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലേഖിന്റെ ലേഖകനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഗാലിബ് കലീം, അദ്ദേഹം 6/6/1984 ജനിച്ചത്. ബീഹാറിലാണ് ജനിച്ചത്. ഉൻഹി ഘൂംനെ ഫിർനെ കാ ഷോക്ക് ബച്പൻ സെ ഹി ഥാ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഘൂംന ഫിർന എന്ന് വെച്ച് കഴിഞ്ഞാല് കറങ്ങുക. ഉൻകാ മാനന ഹൈ കി जो चीजें हम किताबों में पढ़ते हैं घूमने के दौरान अपनी आंखों के सामने उन्हें देखना एक अलग अनुभव होता है. അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജോ ചീസെ ഹം കിതാബോ മേ പഠിത്തേ ഹെ, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകം. കിതാബോ എന്ന് പറയുമ്പോൾ പ്ലൂരലാണ്, പുസ്തകങ്ങളിൽ വായിക്കുന്നത്. ഘൂംനെ കെ ദൗറാൻ അപ്നി ആഖോ കെ സാമനെ ഉൻഹെ ദേഖ്ന, അതായത് ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, പല സ്ഥലങ്ങളിലോട്ട് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്? തൻ്റെ ആഖോ കെ സാമനെ ഉൻഹെ ദേഖ്ന, തന്റെ കൺമുന്നിൽ അത് കാണുക എന്ന് പറയുന്നത് ഏക് അലഗ് അനുഭവ് ഹോത്ത ഹെ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, അലഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നത്. വേ സിർഫ് खूबसूरत नजारे ही नहीं देखते बल्कि वहां के लोग उनकी कला, संस्कृति और खान पान को भी नजदीक से देखते हैं ഓർ സമജ്തേ ഹെ. അദ്ദേഹം ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത്, യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്? അവിടെയുള്ള ഖൂബ്സൂരത് നസാരെ ഹി നെഹി ദേഖ്തെ, അവിടെയുള്ള ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുക മാത്രമല്ല ചെയ്യുന്നത്, ബൽക്കി വഹാക്കി ലോക്, അതിലുപരി എന്താണ്? അവിടെയുള്ള ലോക് ആളുകള്, ഉൻകി കല, അവിടെയുള്ള ആളുകളുടെ കല, സംസ്കൃതി, അവിടെയുള്ള ആളുകളുടെ കൾച്ചർ, അവിടുത്തെ സംസ്കാരം, അതുപോലെ തന്നെ അവരുടെ ഖാൻ പാൻ, അവരുടെ ഭക്ഷണ രീതികള്, ഇതിനൊക്കെ നസ്ദീക് സെ ദേഖ്തേ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അടുത്ത്, നസ്ദീക് എന്ന് പറഞ്ഞാൽ അടുത്ത്, അടുത്ത് നിന്ന് നോക്കി കാണുകയും, ഓർ സമജ്തേ ഹെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉൻകി രചനായി അക്സർ ബാൽ പത്രികാവും മേ പ്രകാശിത് ഹോത്തി ഹെ. അദ്ദേഹത്തിന്റെ രചനകൾ കൂടുതലും എന്താണ്? ഇടയ്ക്കിടയ്ക്ക് പബ്ലിഷ് ആവുന്നത് എവിടെയാണ്?
ബാൽ പത്രിക, അതായത് ചിൽഡ്രൻസ് മാഗസിൻസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാഗസിൻസിലെ അതിലാണ് പ്രകാശിത് ഹോന എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് കിഡ്സ് മാഗസിൻസിലാണ് കൂടുതലും. അപ്പൊ അതാണ് ഓഥറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആണ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.